രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി കോൺഗ്രസ് സൈബർ വിഭാഗത്തിൽ പോര്. രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുകയാണ്. ശബ്ദ സന്ദേശങ്ങൾ വ്യാജമാണെങ്കിൽ രാഹുൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, സൈബർ കൂട്ടത്തിൽ ആകെ പാളയത്തിൽ പടയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സുജ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്തതാണ് എന്ന് പറയുമ്പോഴും പക്ഷേ ഡിജിറ്റൽ മേഖലയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സൈബർ മേഖലയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അതായത് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഡിജിറ്റൽ മീഡിയ സെല്ല് പൂർണ്ണമായും പ്രവർത്തിക്കുന്നത്. നേരത്തെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഡിജിറ്റൽ മീഡിയ സെല്ല് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരവിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ സൈബർ ആക്രമണമാണ് കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇപ്പോൾ വ്യത്യസ്തമായ ശബ്ദങ്ങൾ സൈബർ മേഖലയിൽ നിന്ന് കോൺഗ്രസിൻ്റെതായി ഉയരുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നേതൃത്വത്തിനെതിരെ ഡിജിറ്റൽ മീഡിയ സെല്ലിലുള്ള ചിലർ തന്നെ KPCCക്ക് പരാതി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സൈബർ പ്രൊഫൈലുകൾ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് വാരിയേഴ്സ്, കോൺഗ്രസ് ബറ്റാലിയൻ, യുവ തുർക്കി തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ തന്നെ സൈബർ പേജുകളിലാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. അതായത് രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത്, ശബ്ദ സന്ദേശങ്ങൾ വ്യാജമാണെങ്കിൽ അത് പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം, അതിനുശേഷം മാത്രം സഭയിലെത്തുക എന്നതാണ് പറയുന്നത്. പൊതുസമൂഹത്തിന് മുമ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് മറുപടി പറയണം, പ്രതിപക്ഷ സമരങ്ങളെ ദുർബലപ്പെടുത്തരുത്, വ്യക്തിപരമായ കളങ്കം പാർട്ടിക്ക് ബാധ്യതയാവരുത് തുടങ്ങിയ വാദങ്ങളാണ് അവ ഉയർത്തുന്നത്. അതേസമയം രാഹുലിനെ തിരിച്ചുവരവിന് വേണ്ടി ഏതാണ്ട് മിഷൻ 60 ഡേയ്സ് എന്നുള്ള പേരിലൊക്കെ തന്നെ പല പ്രൊഫൈലുകളും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മറുഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സഭാ സമ്മേളനത്തിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രൊഫൈലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ബദലായി കോൺഗ്രസിന്റെ തന്നെ മറ്റ് ചില പ്രൊഫൈലുകളും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ ഡിജിറ്റൽ മേഖലയിൽ, സൈബർ മേഖലയിൽ വലിയ പോരാണ് കോൺഗ്രസിന്റെ ഭാഗത്ത്, കോൺഗ്രസിന്റെ സൈബർ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.